ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു കുട്ടി ട്രാവൽ വ്ളോഗാണ്. അതുപോലെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഐ എം സോ എക്സൈറ്റഡ്. പക്ഷെ അത് മാത്രമല്ല, 2-3 വർഷത്തേക്ക് നാട്ടിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്ത് പോവാണ്. ബട്ട് എന്താവും നമുക്ക് വഴിയെ കാണാം. ആക്ച്വലി ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി അബ്രോഡ് പോവാണ്. അപ്പം ഇതിലുണ്ടായ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. നമുക്കറിയോ ഉമ്മ ഞാൻ കരയിച്ചിരിക്കും. അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞ് നേരെ പോയി ചെക്കിങ് ചെയ്തിട്ട് നേരെ പോയത് വെയിറ്റ് ചെയ്യാനായിരുന്നു, വെയിറ്റിംഗ് ഏരിയയിലേക്ക്. അപ്പോഴത്തേക്ക് എൻ്റെ ബ്രദർ അവിടെ നിന്ന് കൈ കാണിച്ചു. പിന്നെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അവരെ പറഞ്ഞു വിട്ടു. അവിടെ പോയിരുന്നു. കട്ട പോസ്റ്റായിരുന്നു. 3.5 മണിക്കൂറായിരുന്നു വെയിറ്റിംഗ് ഗായ്സ്. അത് കഴിഞ്ഞപ്പം പതുക്കെ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്മൂത്തായിട്ടായിരുന്നു, പെട്ടെന്ന് കാര്യങ്ങളായിരുന്നു. പിന്നെ എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്, സോളോ ട്രിപ്പാണ്. അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ്. ഫസ്റ്റ് ദുബായ്, പിന്നെ ദുബായിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഫുഡ് കഴിച്ച് സിനിമ കണ്ട് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ദുബായ് എയർപോർട്ട് എത്തി. ഒരു 4.5 മണിക്കൂറിൻ്റെ ഫ്ലൈ ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് പിടിക്കാനുള്ള ഓട്ടോ ആയിരുന്നു. കാരണം 1.5 മണിക്കൂറേ ഗ്യാപ്പുള്ളൂ. ദുബായ് എയർപോർട്ട് ഇത്രയും വലുതാണെന്ന് എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും വലുതാന്ന്. കുറേ നടക്കാനുണ്ടായിരുന്നു. ഒന്ന് ഇരിക്കാനോ ഒന്നിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കടകളൊന്നും കാണാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ കുറച്ച് ടൈം ഗ്യാപ്പ് ഇട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് നേരം ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ. എനിക്ക് അതിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി. ലണ്ടനിലേക്കാണ് ഞാൻ പോകുന്നത്. പഠിക്കാൻ UK കാർഡിഫിലാണ് പോകുന്നത്. ലണ്ടനിൽ നിന്ന് പിന്നെ അടുത്തും പോകണം, ട്രാവൽ ചെയ്യണം. ഒരു 8.5 മണിക്കൂർ ഫ്ലൈറ്റ് ആയിരുന്നു ലണ്ടനിലേക്ക്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് എനിക്കൊരു ആൻറ്റീനെ കിട്ടി. ആൻറ്റി എന്ന് പറയുന്നത് ആൻറ്റീൻ്റെ മോളെ കാണാൻ പോകുമായിരുന്നു. മലയാളിയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പുള്ളിക്കാരത്ത് സംസാരിച്ചു. പിന്നെ കുറേ നേരം ഉറങ്ങി, സിനിമ കണ്ടു, ഫുഡ് കഴിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ ലണ്ടനിലെത്തിയപ്പോൾ എൻ്റെ ഫുൾ കൺട്രോളും പോയി. കുറേ ഒറ്റയ്ക്കുള്ള ഒരു ഫീലും, പുതിയ സ്ഥലം, പെട്ടെന്ന് നമ്മൾ ഹോം ടൗണിൽ നിന്ന് മാറിയതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിട്ട് നല്ല വിഷമമായിരുന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. കാരണം ഞാൻ കാണിച്ചു വെച്ച മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഫ്ലൈറ്റ് ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാർഡിഫിലേക്ക് പോകേണ്ട ബസ് എടുത്തത് 5:45 ഞാൻ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 2:30 ആയിട്ടുള്ളൂ. പിന്നെ അത്രയും നേരം ഞാൻ പോസ്റ്റാണ്. പിന്നെ ഞാനൊരു ഓട്ടോ ഓടി അവസാനം എത്തി ടിക്കറ്റ് ചേഞ്ച് ചെയ്തു. ലക്കിലി ടൈമിങ്ങിന് എനിക്ക് ബസ് കിട്ടി. കാരണം ബസ് എടുക്കുന്ന ടൈമിലായിരുന്നു ഞാൻ അവിടെ എത്തിയത്. പിന്നെ ബസ്സിൽ കയറി നേരെ കാർഡിഫിലേക്ക് വിട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ ചെറിയ അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇതുപോലെ കുറേ വേറെ അബദ്ധങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ഗായ്സ്.